ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിതേ പെരുന്നാൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറേ ദിവസമായി ഷൂട്ടിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു 2 ദിവസം കിട്ടിയപ്പോൾ ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എനിക്ക് ഉടനെ തന്നെ പോകണം. ഞാനിപ്പോൾ അപൂർവരാഗം സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ഷൂട്ട് പോകുന്നുണ്ട്. കാരണം ഒരു നിർത്തി വെച്ചിട്ട് വീണ്ടും തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് അതെങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ നിർത്തി വെക്കാൻ കാരണം എന്തായിരുന്നു എന്നൊക്കെ. അത് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പിസോഡിൻ്റെ പ്രശ്നമൊക്കെ വന്നപ്പോൾ നിർത്തിയതായിരുന്നു. അത് അങ്ങനെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുന്ന ലുലുവിലാണ്. അവർക്ക് ഇവിടുന്ന് ഡ്രസ്സ് മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ലുലു അടുത്തായതുകൊണ്ട് ലുലുവിലേക്ക് തന്നെ വന്നു. കുഴപ്പമില്ല, നല്ല കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച അത്ര ക്രൗഡൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഈ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ 10 ആകുമ്പോൾ പിന്നെ ആരും അങ്ങനെ ഷോപ്പിങ്ങിനൊന്നും ഇറങ്ങില്ലല്ലോ. ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നൊക്കെ ആയിരിക്കും ഭയങ്കര തിരക്കുണ്ടാവുക. അപ്പോൾ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് എളുപ്പമായിരുന്നു, നമുക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകാൻ പറ്റി. പിന്നെ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ബോയ്സിൻ്റെ കാര്യം ഇപ്പം അങ്ങനെയല്ല. ഇവൻ ഭയങ്കര സെലക്റ്റീവായി വരുവാണ്. അവന് ഭയങ്കര കൺഫ്യൂഷനാണ് ഡ്രസ്സൊക്കെ. അപ്പോൾ അവന് കുറേ ടൈം എടുത്തു. എന്നിട്ട് അവസാനം എന്തോ ഒരു കളർ എടുത്ത് വരുന്നുണ്ട്. ഓക്കെ, എന്നാലും അവന് ഇഷ്ടപ്പെട്ടത് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഞാൻ പിന്നെ അവരുടെ അങ്ങനെ വലിയ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. അവരുടെ ഇഷ്ടങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വാടിത്തട്ടി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് വേണം. അപ്പോൾ ഫുഡ് വെറുതെ ഒന്നും പോരാ, ചിക്കിങ് തന്നെ വേണം. അതിനുള്ള സോപ്പൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, ചിക്കിങ് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നേരെ ഇതൊക്കെ കഴിഞ്ഞ് ഫുഡ് കോർട്ടിൽ പോകണം. അങ്ങനെ ലുലുവിലെത്തിയാൽ അവർക്ക് പല പല ഡിമാൻഡുകളാണ് കേട്ടോ. വഴിയെ പിന്നെ ഓരോ സ്ഥലത്ത് അവിടെ പോവാം ഇവിടെ പോവാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും വേണ്ടില്ല, ഇടയ്ക്കല്ലേ ഇങ്ങനെയൊക്കെ ഇറങ്ങുള്ളൂ. അപ്പം ഞാനൊരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ലൊക്കേഷനിൽ ഇടാൻ വേണ്ടി മാത്രം. കാരണം ചെരുപ്പ് ഏതിട്ട് പോയാലും ലാസ്റ്റ് ചെയ്യില്ല. ലൊക്കേഷനിലെത്തി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പോൾ നല്ല നല്ല ചെരുപ്പൊക്കെ ഇട്ടാൽ പണിയാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കമ്പനി ചെരുപ്പ് നോക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന മോഡലൊക്കെ നോക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ബ്രോസ്റ്റഡ് കഴിക്കാൻ പോവാണ്. പോയിട്ട് വരാം. ലുലുവിൽ തിരക്കൊന്നും കാണാമല്ലോ പെരുന്നാളായിട്ട്. അപ്പോൾ ഞങ്ങൾ ബ്രോസ്റ്റഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ കഴിക്കാൻ പോവാണ്. ഇന്നത്തെ അടിച്ചു പൊളിക്കുന്നതാണ്. അപ്പം നമ്മൾ കഴിക്കാൻ പോകുകയാണ്. ഇത് കുറേ കഴിച്ചെടുത്തോ? ഞാൻ ഈ സാധനം കണ്ടു നോക്കട്ടെ. ഇതെന്താന്ന് പറഞ്ഞു തന്നെ? അല്ല, ലോഡഡ്. കഴിക്കട്ടെ. ചൂടുണ്ടാവും. ഇതെന്താ തന്നെ നശിപ്പിക്കല്ലേ? ആ, ഞങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം എന്താ അഭിപ്രായം പറയാൻ? എനിക്ക് സ്പൂൺ തരുമോ? തരാം. കഴിച്ചോക്കട്ടെ. അടിപൊളിയാ. ഫൈനലി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ ആറാട്ടെണ്ണൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. എനിക്ക് ബാജുവിന് മാത്രമേ ആളെ മനസ്സിലായുള്ളൂ. ബാക്കിയുള്ള 2 എണ്ണത്തിന് എന്താ ആറാട്ടെണ്ണനൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ നോക്കുമ്പോൾ എസ്കലേറ്റർ പണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ എത്തിയപ്പോഴാണ് ഇവർക്ക് കുറച്ച് ബുക്സ് നോക്കണം എന്ന് പറഞ്ഞത്. എന്താണ് ഉദ്ദേശം? കാർട്ടൂൺ ബുക്ക് മേടിക്കാനാണ് നീ ഇത്ര വലിയ കാര്യമായിട്ട് സൈക്കാ? അവിടെ ഇരുന്നു, നാളെ വന്ന് എടുത്തോളാം. ഞാൻ അവിടെ ഇരുന്ന് ബുക്ക് വായിക്കും. ഇതൊക്കെ വായിച്ച് തീർത്തിട്ട് വന്നാൽ മതി. നോക്കട്ടെ ഏതാ?
ഫുള്ള് വായിച്ച് തീർക്ക്. ഞാൻ നാളെ വന്ന് എടുത്തോളാം നിന്നെ. ഇല്ല, പേപ്പർ പിങ്ക്. കുഞ്ഞു മക്കള് ബുക്ക് വായിക്കുന്നു. വലുതായി വലുതായി ഇതായില്ല. അതൊക്കെ LKG പിള്ളേർ ബുക്കാ. പിന്നെ അല്ലാണ്ട് 2ാം ക്ലാസ്, ഇനി 3ാം ക്ലാസ്സാ. 3ാം ക്ലാസ് താത്തന്റെ ബുക്ക് നോക്കട്ടെ. ഇതൊന്നും വലുതായിട്ടില്ലേ? ഇനി 5ാം ക്ലാസ് 5ാം ക്ലാസ്. മറ്റേ നോക്കട്ടെ കേട്ടോ. ഇനി ഏറ്റവും ചെറുതൊന്നുണ്ട്. അവിടെ അത് അവിടെ അവൻ പാച്ചു. എന്താണ് ഓഫുണ്ട് 70%. എന്താ സംഭവം? എന്താ കിച്ചൺ സെറ്റോ? കുറെ ഉണ്ടല്ലോ വീട്ടില്. അതൊക്കെ എടുത്ത് കളിക്കേ. പോവാ വെക്കേഷൻ നമുക്ക് മേടിക്കാം. ബുക്ക് വായിക്കാന്ന് പറഞ്ഞിട്ട് മേടിച്ച സാധനം മതിയാ? പോവല്ലേ? പോവാം. വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത് എന്ന് പറയും. ബട്ട് വന്ന വഴി മറന്നു ഗൈസ്. ഞങ്ങൾ വഴി തെറ്റിയിട്ട് നമ്മൾ എവിടെയോ എത്തി. വീണ്ടും നമ്മൾ എങ്ങോട്ടാ പോണേ? ലുലുവിൽ 10-15 എൻട്രൻസ് പോകണ്ടേ? ഏത് കൂടെ കയറണേ? ഏത് കൂടെ? ഒരു 100 വട്ടം വന്നാലും ഒരു പിടുത്തമില്ല. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് മാരിയോട്ടിലെത്തി.